നമ്മൾ ഐ ടിയിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ ഐ ടി മാറി, ഐ ടി വകുപ്പിൻ്റെ തന്നെ പേര് നമ്മൾ മാറ്റിയാണ്. ഫ്യൂച്ചർ ടെക്നോളജീസ് എന്നും കൂടി ചേർക്കുകയാണ്. ഞങ്ങൾ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നത്. കമ്പ്യൂട്ടർ വന്നപ്പോൾ അതൊരു ഭയങ്കര വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു. ലോകം മുഴുവൻ വലിയ ചർച്ചയായിരുന്നു. നമ്മുടെ രാജ്യത്തും വലിയ ചർച്ചയായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചു കൊണ്ടുപോകാൻ രാജ്യത്ത് ഡിജിറ്റൽ ലിറ്ററസിയും കമ്പ്യൂട്ടറും സുപ്രധാനമായ പങ്കുവഹിക്കും എന്നെല്ലാം വിശേഷിപ്പിച്ചു. അദ്ദേഹമാണ് അതിൻ്റെ മുൻനിരയിൽ നിന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പതിവ് പോലെ കമ്പ്യൂട്ടർ വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറേ നാൾ ചർച്ച ചെയ്തു. അതങ്ങനെയാണ് കേരളത്തിൽ. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ഭാഗമാകേണ്ടി വന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് ഒരുപാട് ഐ ടി എക്സ്പേർട്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുകയാണ്. ലോകത്തെ ഇതിൻ്റെ ഏറ്റവും ഐ ടിയുടെ വലിയ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ പോലും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ, ചെറുപ്പക്കാരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഐ ടി രംഗത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട കേന്ദ്രം ബാംഗ്ലൂരാണ്. ആ ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാരാണ് ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നത്. ലോകത്ത് വലിയ മാറ്റമുണ്ടായി. സയൻസിലും ടെക്നോളജിയിലും മാറ്റമുണ്ടായി. ഞങ്ങൾ പറയായിരുന്നു, ആദ്യത്തെ കമ്പ്യൂട്ടർ ഒരു മുറിയുടെ അത്ര ഉണ്ടായിരുന്നു. ഒരു മുറിയിൽ ഫുൾ കമ്പ്യൂട്ടറായിരുന്നു ആദ്യത്തെ. ഇപ്പോഴും നമ്മുടെ മ്യൂസിയത്തിൽ അത് വെച്ചിട്ടുണ്ട്. ആ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇൻഫർമേഷൻ ഈസ് ഓൺ യുവർ ഫിംഗർ ടിപ്പ്, അല്ലേ? ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഭാഗ്യമാണ് ഈ ജനറേഷൻ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു പുതിയ കാര്യം അറിയണമെങ്കിൽ ലൈബ്രറി പോയി പുസ്തകങ്ങൾ മറച്ചു നോക്കണം, അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കണം, അന്വേഷിച്ചിങ്ങനെ നടക്കണം. കുറേ നാൾ കഴിഞ്ഞാലേ ചിലപ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ഇപ്പം അതല്ല. നിങ്ങൾക്ക് ഏത് വിവരം വേണമെങ്കിലും, ഏത് വിഷയം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ ടിപ്പിൻ്റെ അറ്റത്താണ് ഇതെല്ലാം. എല്ലാ വിവരങ്ങളും ലോകത്തിതാണ്. ആ മാറ്റമാണ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും മനുഷ്യൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി, ഗവേഷണങ്ങൾ നടത്തി, പുതിയ അറിവുകൾ സമ്പാദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാലത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് നോളജ് എക്സ്പ്ലോഷനാണ്, വിജ്ഞാന വിസ്ഫോടനമാണ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സർവകലാശാലകളിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം വലിയ ഗവേഷണങ്ങൾ നടക്കുകയാണ്, റിസർച്ച് നടക്കുകയാണ്. ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ്. ആ അറിവുകൾ ഉണ്ടാകുന്നതിൻ്റെ വേഗത എന്ന് പറയുന്നത് വിസ്മയകരമായ വേഗതയാണ്. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ സിലബസ് അനുസരിച്ച് പഠിച്ച് പുറത്തു വരുമ്പോൾ ആ പഠിച്ച കാര്യം ഔട്ട്ഡേറ്റഡ് ആവുകയാണ്, പുതിയ നോളജ് വരികയാണ്. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ചലഞ്ചാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. മനുഷ്യൻ്റെ എന്തുമാത്രം ക്രിയേഷൻസാണ് ലോകത്തുണ്ടായിരിക്കുന്നത്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഇപ്പം നിങ്ങളുടെ മീതെ പറക്കുന്ന ഡ്രോൺ മനുഷ്യൻ്റെ ഒരു ക്രിയേഷനാണ്. ഈ മൈക്ക് ക്രിയേഷനാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യ വംശത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു പുസ്തകം വായിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള റേ കേഴ്സ്വെൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകമാണ്. സിംഗുലാരിറ്റി ഈസ് നിയറർ എന്നാണ്. ആ പുസ്തകം വായിച്ചാൽ ഞെട്ടിപ്പോവും. അദ്ദേഹം പറയുന്നത്, ഈ ഡെക്കേഡിൻ്റെ, ഈ ദശകത്തിൻ്റെ അവസാനമാവുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒപ്പമെത്തും എന്നാണ്, ഈക്വലായിട്ട്. പിന്നീട് ഒരു 5-6 വർഷം കഴിയുമ്പോൾ, ചിലപ്പോൾ ആ 6 വർഷം ഉണ്ടാവില്ല അദ്ദേഹം കണക്കാക്കിയത്, അതിനേക്കാൾ വേഗത്തിൽ അത് മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ, ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് സൂപ്പർ ഇൻ്റലിജൻ്റ് ആവുമെന്ന്. ആലോചിച്ച് നോക്കിയേ, മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ്റെ ഒരു ക്രിയേഷൻ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയുടെ അപ്പുറത്തേക്ക് പോവുകയാണ്, മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളതായി മാറുകയാണ്.
നമ്മൾ എന്തെല്ലാം സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹരാരെയുടെ ഒരു മനോഹരമായ പുസ്തകമുണ്ട്, നെക്സസ്. അതിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ക്രിയേഷനെ പറ്റി, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കമ്പയർ ചെയ്യുന്നത്. കടാര മനുഷ്യനുണ്ടാക്കിയതാണ്, അല്ല ആളുകളെ കുത്തിക്കൊല്ല ഒരുപാട് പേര്. പക്ഷേ അത് ഈ ടീപ്പോയിൽ വെച്ചാലോ നിരുപദ്രവകാരിയാണ്, ഒറ്റയ്ക്ക് ഒന്നും ചെയ്യില്ല. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വന്ന് നിങ്ങളെ കുത്തുമോ? ഇല്ല. ഒരു ഫുൾ ഓർഡർ റിവോൾവർ മനുഷ്യനുണ്ടാക്കിയതാണ്, മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. ആ സാധനം ഒരു ടേബിളിൻ്റെ മീതെ വെച്ചാൽ കുഴപ്പമുണ്ടാക്കുമോ? ഒറ്റയ്ക്ക് പോയി എഴുന്നേറ്റ് എല്ലാവരും വെടിവെക്കുമോ? ഇല്ല. ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം എന്താ? മനുഷ്യനുണ്ടാക്കിയത് ബോംബാണ്, അല്ലേ? ആ ബോംബ് ഒറ്റയ്ക്കൊരു പ്ലെയിനിൽ കയറി നമ്മുടെ ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടുമോ? ഇല്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വേണം. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് അത് പോവുകയാണെന്നാണ് പറയുന്നത്. ഇത് നോളജ് എക്സ്പ്ലോഷൻ്റെ ഈ കാലത്ത് ഓരോ പ്രൊജക്ഷനുണ്ട്, ഓരോ പ്രൊജക്ഷൻ. ആ പ്രൊജക്ഷൻ മെഡിക്കൽ സയൻസിലെ കാര്യം തന്നെ ഹരാരെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര രസകരമാണ്. അതായത് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരുന്നു ശരാശരി? 35 വയസ്സ് ആയിരുന്നു. ഇപ്പോഴെത്രയാണ് മനുഷ്യൻ്റെ ആയുസ്? 70-നും 75-നും ഇടയിലായി, ഇരട്ടിയിൽ കൂടുതലായി. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചാൽ എന്താണ് മരിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ നെഞ്ചുവേദന വന്നു മരിച്ചു. ഇപ്പം നെഞ്ചുവേദന വന്നാലോ ഡോക്ടർ ട്രെഡ്മില്ലിൽ ഓടിക്കും, ECG എടുക്കും, അല്ലെ വേണമെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. ഇനി അതിലും കൂടുതലാണെങ്കിൽ ഒരു ബൈപ്പാസ് സർജറി ചെയ്ത് 4 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ പറയും. അപ്പം മെഡിക്കൽ സയൻസിൻ്റെ ഉണ്ടായ പുരോഗതിയാണ് മനുഷ്യൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി, അല്ലേ, ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനുള്ള കാരണം. ഹരാരെയുടെ വളരെ രസകരമായൊരു ചോദ്യമുണ്ട്, ഈ പോക്ക് പോയാൽ അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുസ് എത്രയായിരിക്കും? വല്ല പിടിയുണ്ടോ? 160-നും 180-നും വയസ്സിലിടയിലായിരിക്കും. അരിഗോവിന്ദൻ മാഷ് അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും അവിടെ.